ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 ആ നിയമത്തിൻ്റെ പ്രത്യേകതകൾ, ഇതുവരെ ആ നിയമം കൊണ്ടുള്ള ആപ്ലിക്കബിലിറ്റി, 2010 ആ നിയമത്തിന് ശേഷം കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ, അത് എത്രത്തോളം കാർക്കശ്യമുള്ളതാണ് എന്നതെല്ലാം നമ്മളിവിടെ ചർച്ചയാക്കി. ഇനി പുതിയതായിട്ട് കൊണ്ടുവന്ന അമെൻമെൻറ്റ് എത്രത്തോളം സമൂഹത്തിൽ പ്രാധാന്യമുണ്ട്, അതെന്തുമാത്രം മാറ്റങ്ങൾ ഈ ബില്ലിൽ കൊണ്ടുവന്നു, ആക്റ്റിൽ കൊണ്ടുവന്നു എന്നൊക്കെ നമ്മളിനി ചർച്ച ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് CA ജോണി പള്ളിവാതുക്കൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സെക്ഷൻ 16 അനുസരിച്ച് നമുക്ക് റിവിഷൻ ഫയൽ ചെയ്യാം. ആർക്ക്? ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്. അപ്പോൾ ഈ റിവിഷൻ ഫയൽ ചെയ്താലും യാതൊരു എഫക്റ്റും കിട്ടുന്നില്ല. ഈ റിജക്ഷൻ പറയുന്ന അതേ കാര്യങ്ങൾ വെച്ച് തന്നെ ഈ റിവിഷൻ പെറ്റീഷനും റിജക്റ്റ് ചെയ്യുവാണ്. അവിടെ നമുക്ക് പേഴ്സണൽ ഹിയറിംഗ് ഇല്ല. ജസ്റ്റ് നമ്മൾ ഒരു റിവിഷൻ ഫയൽ ചെയ്യാം, അവർ റിപ്ലൈ വേണമെങ്കിൽ കൊടുക്കാം, അത് ഓൺലൈൻ വഴിയോ ഇമെയിൽ വഴിയോ കൊടുക്കാം എന്നല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആ MHA ഓഫീസിൽ പോയി ഓഫീസറെ കണ്ട് ഡോക്യുമെൻ്ററി എവിഡൻസോടുകൂടി നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. നോക്കുക, 3000-4000 പേജുകളുണ്ട് ഒരു ഡോക്യുമെൻറ്റിന്. ഒരു റിവിഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ്, റെസീറ്റ്, ഫോട്ടോസ്, ആക്ടിവിറ്റി റിപ്പോർട്ട്, ഓഡിറ്റഡ് അക്കൗണ്ട്സ്, FC4 ഡോക്യുമെൻറ്റ്സ്. ഇതെല്ലാം ഒരു പോർട്ടലിൽ ഒരു കാരണവശാലും സബ്മിറ്റ് ആകാൻ പറ്റില്ല. അതിനുള്ള കപ്പാസിറ്റി ആ പോർട്ടലിലില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് അവർ വേണ്ട രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്യാതെ റിജക്ഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ വെച്ച് റിവിഷൻ പെറ്റീഷനും റിജക്റ്റ് ചെയ്യുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഞാൻ ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, 1 മുതൽ 54 വരെയുള്ള സെക്ഷനുള്ള 2010 ആക്ടിലെ സെക്ഷൻ 15 അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. 300 A വയലേഷനാണ്. സെക്ഷൻ 16 ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഹിയറിംഗ്, ഫെയർനെസ് ഇല്ല. ആർട്ടിക്കിൾ 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന അമെൻമെൻറ്റ്സ്. ഹിയർ ദി അതർ സൈഡ്, ഓ ദി അൾട്രം പാർട്ടം നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പളിൻ്റെ വയലേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും സാർ, ഇവിടെ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവിധ വസ്തുവകകളുടെയും മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി 2021 മുതൽ തന്നെ FCRA അക്കൗണ്ട് ഹോൾഡേഴ്സ് ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞു. ഇവിടെയാണ് ഈ പുതിയൊരു അമെൻമെൻറ്റിൻ്റെയും കൂടെ പ്രസക്തി എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പുതിയ അമെൻമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് അത് എത്രത്തോളമാണ്? യഥാർത്ഥത്തിൽ 2021 തന്നെ ഗവൺമെൻറ് ഈ അമെൻമെൻറ്റ് ഇരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 15 അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അത് ചലഞ്ച് ചെയ്യേണ്ടതായിരുന്നു. സെക്ഷൻ 16 വയലേഷനാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലാതെയാണ് റിജക്റ്റ് ചെയ്യുന്നത്, അതും നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഇതൊക്കെ ഇരിക്കുമ്പോൾ സെക്ഷൻ 15 അനുസരിച്ച് ഗവൺമെൻറ് ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയെ നോട്ടിഫൈ ചെയ്തു. അത് 5/11/2018 സെക്ഷൻ 15 ആരാണ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി എന്ന് നോട്ടിഫിക്കേഷൻ നമ്പർ ഡേറ്റഡ് 5/11/2018 ഓർക്കുക, നോട്ടിഫൈ ചെയ്തു. അതിൽ പറയുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഓർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്, ഇങ്ങനെ 2 പേരെയാണ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആയിട്ട് നോട്ടിഫൈ ചെയ്തത്. പക്ഷേ ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് ഈ പ്രോപ്പർട്ടി വെസ്റ്റ് ചെയ്യാനോ ടേക്ക് ഓവർ ചെയ്യാനോ ഉള്ള ഒരു ആക്ഷനൊന്നും നടന്നു കണ്ടിട്ടില്ല. ക്യാൻസലേഷനുണ്ട്, റിജക്ഷനുണ്ട്, സറണ്ടറുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്റ്റീവായിട്ട് ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി
ഒരു പ്രോപ്പർട്ടിയും ഫങ്ഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പവർ. കാരണം സ്റ്റേറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് സ്റ്റേറ്റിലാണല്ലോ വരിക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 25/3/2026 ലോകസഭയിൽ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബില്ല് 2026 പ്രസൻറ്റ് ചെയ്യുന്നത്. നിലവിലെ FCRA നിയമം തന്നെ വളരെയധികം സ്ട്രിങ്ജൻ്റ് ആണ്, വളരെയധികം കാർക്കശ്യമുള്ളതാണ്. അതുപ്രകാരം തന്നെ നിലവിലെ നമ്മുടെ ക്രൈസ്തവ സഭകളുടെ പല FCRA അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാൻസലേഷൻ്റെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അതുപ്രകാരം ഒരു ക്രൈസ്തവ സഭയുടെയും വസ്തുക്കൾ ഏറ്റെടുത്തിട്ടില്ല അല്ലേ? സത്യത്തിൽ FCRA എന്ന് പറയുന്ന ആക്ട് ഇന്ത്യ മുഴുവൻ ആപ്ലിക്കബിളാണ്. അത് ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യൻസിന്, അവരുടേതായ സ്ഥാപനങ്ങൾക്ക് എല്ലാം ബാധകമാണ്. അതൊരു മതസ്ഥാപനമായിക്കോട്ടെ, അതൊരു കോളേജ് ആയിക്കോട്ടെ, അതൊരു സ്കൂളായിക്കോട്ടെ, അതൊരു ഓർഫണേജ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനെ നോക്കുന്ന സ്ഥാപനം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആദിവാസികൾ, മുക്കുവന്മാർ, അങ്ങനെ തുടങ്ങി മാനസിക രോഗികൾ, പ്രായമായവർ, ഇവരെല്ലാം സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം ബാധകമായിട്ടുള്ളതാണ് ഈ FCRA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മതത്തിലുള്ള സ്ഥാപനങ്ങൾക്കും ഈ ക്യാൻസലേഷൻ ബാധകമാണ്. എന്നാൽ FCRA സെക്ഷൻ 15 അനുസരിച്ച് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടാക്കിയ അസറ്റായിരിക്കണം. അപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന തുക കൂടാതെ ലോക്കൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുമാണ് ഈ കെട്ടിടങ്ങളും സ്ഥലങ്ങളും എല്ലാം പണിതിട്ടുള്ളത്, വാങ്ങിച്ചിട്ടുള്ളത്. മിഷനറി, ബസ്, ആംബുലൻസ്, ഇതെല്ലാം. അപ്പോൾ ആക്റ്റിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ അസറ്റ് മാത്രമേ ടേക്ക് ഓവർ ചെയ്യാൻ പവേഴ്സ് ഉള്ളൂ. ലോക്കൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന അസറ്റ് ടേക്ക് ഓവർ ചെയ്യാനുള്ള അധികാരം ആ സെക്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വയലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കണം അസറ്റ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 5/11/2018 ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെ നിരീക്ഷണത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ടേക്ക് ഓവറായിട്ട് കാണുന്നില്ല. അത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. കാരണം ഗവൺമെൻറ്റിന് ലോക്കൽ ഫണ്ട് കൊണ്ടുണ്ടാക്കിയ അസറ്റ് ടേക്ക് ഓവർ ചെയ്യാനുള്ള പവേഴ്സ് ഇല്ല. അപ്പോൾ ഇത് രണ്ടും ജോയിൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിക്ക് സെക്ഷൻ 15 ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പ്രൊസീജിയർ, ഫോംസ്, അത് കഴിയുമ്പോൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആ സെക്ഷനിലില്ല, റൂളിലില്ല, നോട്ടിഫിക്കേഷനിലില്ല. അതുകൊണ്ടായിരിക്കണം ഈ പ്രോപ്പർട്ടി ഒന്നും ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കാത്തത്. പിന്നെ ചില സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക, അങ്ങനെ വരുമ്പം ആ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിനെ ഇതിൽ പ്രഷറൈസ് ചെയ്തിട്ട് ആ സ്ഥാപനം നിന്നുപോയാലുള്ള ഭയാനകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരങ്ങളാണ് ഇതുവരെയും നടന്നിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. സാറ് 2020-ലെയും 2021-ലെയും അമെൻമെൻറ്റുകൾ വഴിയായി 2010-ലെ നിയമത്തിന് കൂടുതൽ കാർക്കശ്യ സ്വഭാവം വന്നു. ആയതിനാൽ തന്നെ ആ നിയമം വളരെയധികം പ്രബലമാണ്. എങ്കിൽ കൂടിയും പുതിയ അമെൻമെൻറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ, പല നേതാക്കന്മാരായിക്കോട്ടെ, സഭയെ ആക്രമിക്കാൻ വേണ്ടി കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ടാണ് സഭ ഈ അമെൻമെൻറ്റിനെ ഭയക്കുന്നത് എന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിന് അത്രമാത്രം വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ യഥാർത്ഥത്തിൽ? കഴിഞ്ഞ 37 കൊല്ലമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഈ FCRA കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ FCRA അമെൻമെൻറ്റ് ആക്ട് 2020 അനുസരിച്ച് എല്ലാവിധ നിയന്ത്രണങ്ങളും
ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അനുസരിച്ചുള്ള സാമ്പത്തിക സ്രോതസ്സിന് ഇന്ത്യയിലുണ്ട്. അസറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ വരെയുള്ള നിയമങ്ങളുണ്ട്. എല്ലാ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോം FC4 ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കൊടുക്കണം, ഓഡിറ്റഡ് അക്കൗണ്ട്സ് കൊടുക്കണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും ഓഡിറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓഡിറ്റഡ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ആക്ടിവിറ്റി റിപ്പോർട്ടും ഈ ട്രസ്റ്റീസിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ആധാർ ലിങ്ക്ഡാണ് ചോദിക്കുന്നത്. അവരെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, റെസിഡൻഷ്യൽ അഡ്രസ്സ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ കണക്ക് കാണിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള അമെൻമെൻറ്റ് ബില്ല് ശരിയായ രീതിയിൽ വായിക്കാത്തവരാണ്. അവിടെ ഇവിടെയും പറയുന്നത് കേട്ടുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ട് അല്ല. ഒന്ന്. രണ്ട്, ഞാൻ ഈ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഊന്നി പറഞ്ഞുകൊള്ളട്ടെ. ഈ അമെൻമെൻറ്റ് ബില്ലിൽ ഒരു സ്ഥലത്തും കണക്ക് കാണിക്കാത്ത കാര്യങ്ങളോ കണക്ക് കാണിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ വരാൻ പോകുന്ന ആ അമെൻമെൻറ്റിൽ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ ആളുകൾ പറയുന്ന കണക്ക് ബോധിപ്പിക്കാത്തത് കൊണ്ടാണ്, നിങ്ങളോട് കണക്ക് ചോദിച്ചാൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊക്കെ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൃത്യമായിട്ട് ഈ അമെൻമെൻറ്റ് ബില്ല് വായിക്കണം. ആ ബില്ലിനകത്ത് കണക്കുകൾ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല. ആ ബില്ലിനകത്ത് ചോദിക്കുന്നത് പുതിയ സെക്ഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സെക്ഷൻ അനുസരിച്ച് അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമെൻമെൻ്റാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സംവിധാനം ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനും അത് ഉപയോഗിക്കാനുമുള്ളതാണ്. അതിനകത്ത് കർശനമായ നിയമങ്ങളുണ്ട്. അതിന് ഒരു പോരായ്മകളും ഇല്ല, അതിനകത്ത് അമെൻമെൻറ്റും ഇല്ല. അതുകൊണ്ട് കണക്ക് കാണിക്കാത്തത് കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സഭകളോ മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഇതിനെ എതിർക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ഈ 2026 കൊണ്ടുവന്ന ഈ അമെൻമെൻറ്റിന് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ കഴിഞ്ഞ നിയമത്തെ സംബന്ധിച്ച് 2010 നിയമത്തിന് അത് എത്രമാത്രം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അഡ്വക്കേറ്റ് സാം നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഈ മതസ്ഥാപനങ്ങൾ, മറ്റ് നോൺ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കണക്കുകൾ കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണ്. കണക്ക് കൃത്യമായി കൊടുക്കുന്നവർക്ക് പേടിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. നമുക്കറിയാവുന്ന പോലെ 1976 ആക്ട് 2010 റിപ്പീൽ ചെയ്തു. 2010 പുതിയ ആക്ട് കൊണ്ടുവന്നു. 2018 ചെറിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 2020 സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ 20 ആക്ട് അനുസരിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായ നടപടികളും FCRA ആക്ടിലുണ്ട്. എന്നാൽ 2026 25/3/2026 ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ഒരു സ്ഥലത്തും കണക്ക് കാണിക്കാത്തതിൻ്റെ പോരായ്മകൾ പറയുന്നില്ല. അതിൽ പറയുന്നത് 16,000 രജിസ്റ്റേർഡ് NGOs 22,000 കോടി രൂപ ഒരു വർഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാരണത്താൽ അതിന് വേണ്ട കർശന നടപടികൾ, നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തിയിരിക്കുന്ന അമെൻമെൻറ്റ്സ് റെഗുലേറ്ററി മെക്കാനിസം അല്ല, കൺട്രോളിങ് മെക്കാനിസമാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ഫോറിൻ സോഴ്സിനെ കൺട്രോൾ ചെയ്യുകയല്ല, ഫോറിൻ സോഴ്സിൽ നിന്ന് വരുന്ന ചെലവുകളെ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്.
നേരെ മറിച്ച് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് 1976 അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായ 1947 ശേഷമുള്ള അസറ്റുകളെ കൺട്രോൾ ചെയ്യുകയാണ്. ഈ നിയമം വളരെ വിചിത്രമാണ്. ഈ അമെൻമെൻറ്റ് വളരെ വിചിത്രമാണ്. ഈ അമെൻമെൻറ്റ് വളരെ ഭയാനകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അമെൻമെൻറ്റിൽ പറയുന്നത് സെക്ഷൻ 2 സബ് ക്ലോസ് എ പ്രകാരം അഡ്മിനിസ്ട്രേറ്ററെ ഡിഫൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ 2FA പ്രകാരം ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുക. എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയോ അഡ്മിനിസ്ട്രേറ്ററെയോ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതോറിറ്റി ആരാന്ന് പറഞ്ഞിട്ടില്ല. ഓർക്കുക, സെക്ഷൻ 15 അനുസരിച്ച് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആയിരുന്നു. അതിന് പകരം സെക്ഷൻ 2A ആൻഡ് 2FA അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററും ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിട്ട് വരും. എന്നിട്ട് പറയുന്നു സെക്ഷൻ 15 ഒമിറ്റഡ്. എന്താണ് സെക്ഷൻ 15? സെക്ഷൻ 15 പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയോ സറണ്ടർ ചെയ്യുകയോ ചെയ്താൽ ആ സ്ഥാപനത്തിൻ്റെ FCRA ഫണ്ടും FCRA വഴി കിട്ടിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ അസറ്റും പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരും. ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകും. അതിനുശേഷം അതിന് ഫണ്ട് തികയാതെ വന്നാൽ ആ അസറ്റ് വിൽക്കും. അപ്പോൾ നോക്കുക, ക്യാൻസലേഷൻ ഓർ സറണ്ടർ ആണെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആ സെക്ഷൻ തന്നെ ഒമിറ്റ് ചെയ്യുവാണ്. ഇനി മേലിൽ ആ സെക്ഷൻ വേണ്ട. അപ്പം നമ്മൾ വിചാരിക്കും അതോടെ ആ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇല്ലാതായല്ലോ. സെക്ഷൻ 300A ഓഫ് ദി ആർട്ടിക്കിൾ 300A കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷൻ ഇല്ല. 15 ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും ഭയാനകമായിട്ട് വന്നിരിക്കുന്നത് സെക്ഷൻ 16A ഇൻട്രൊഡ്യൂസ് ചെയ്തു. 16 കഴിഞ്ഞിട്ട് 16A ഇൻട്രൊഡ്യൂസ് ചെയ്തു പുതിയതായിട്ട് ഈ അമെൻമെൻറ്റ് ബില്ലിൽ. എന്താണ് 16A എന്ന് ഞാൻ ഡോക്യുമെൻ്ററി എവിഡൻസ് പ്രകാരം പറയാം. ഈ 16A പറയുന്നതിന് മുമ്പ് 14Bയെ കുറിച്ച് പറയണം. 14B 14Aക്ക് ശേഷം പുതിയതായി കൊണ്ടുവന്നതാണ്. 14A എന്തായിരുന്നു? സറണ്ടർ. 14B പറയുന്നു, 1. The certificate shall be deemed to have been seized on the expiry of its period of validity if A. The application for renewal has not been made under subsection 2 of section 16. Section 16 എന്താ പറയുന്നത്? റിന്യൂവൽ. അപ്പോൾ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ 1. 2. The application for renewal has been made but refused by the central government under second proviso to subsection 3 of the section 16. അപ്പോൾ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 സെക്കൻഡ് പ്രൊവൈസോ അനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു. എന്താണ് സെൻട്രൽ ഗവൺമെൻറ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, MHA. ക്ലോസ് C. The certificate is not renewed before its expiry. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സമയത്തിന് റിന്യൂ ചെയ്തിട്ടില്ല. നോക്കുക, 1. ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ നോട്ട് ഫൈൽഡ്. 2. ആപ്ലിക്കേഷൻ ഫൈൽഡ് ബട്ട് റിജക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. 3. ദ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് റിന്യൂഡ്. ഈ 3 അവസരങ്ങളിലും 14(2) പറയുന്നു, no person whose certificate has ceased to exist shall either receive or utilize foreign contribution unless the certificate is renewed. അപ്പോൾ 14(b)യിൽ സബ്സെക്ഷൻ 2ൽ ഇങ്ങനെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാത്ത ആളുകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഒരു കാരണവശാലും വിദേശ ഫണ്ട് സ്വീകരിക്കുകയോ ആ ഫണ്ട് ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. നോ പ്രോബ്ലം.
റിന്യൂ ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ഏതെങ്കിലും കാരണവശാൽ റിന്യൂ ചെയ്യാതിരുന്നു, അങ്ങനെയുള്ളവരുടെ FCRA ഫണ്ടും അതുപോലെ ഇനി അങ്ങോട്ട് സ്വീകരിക്കാനോ ഇപ്പോൾ ഉള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനോ പാടില്ല. ഇതാണ് 14B പറയുന്നത്. ഇത് നേരത്തെയുള്ള സെക്ഷൻ 16 തന്നെ അതിനകത്ത് വ്യക്തതയുണ്ട്. ഈ അമെൻമെൻ്റ് ഇല്ലെങ്കിൽ പോലും സെക്ഷൻ 16 ഉണ്ട്. പക്ഷേ 16 അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ കാരണം? 16 ആർട്ടിക്കിൾ 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ട രീതിയിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയോ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയോ ആളെ കേൾക്കുകയോ കാരണം ബോധിപ്പിക്കാൻ അവസരം കൊടുക്കുകയോ ചെയ്യാതെയാണ് റിന്യൂവൽ റിജക്റ്റ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് 14B റിജക്ഷന് വരുന്നത്. അങ്ങനെയുള്ള റിജക്ഷനുള്ള കേസുകളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആ ബാലൻസ് ഫണ്ട് ഉപയോഗിക്കരുത്, ഇനിയൊരു ഫണ്ട് സ്വീകരിക്കരുത്. ഇതാണ് സെക്ഷൻ 14B. അതിനുശേഷമാണ് പറയുന്നത് സെക്ഷൻ 15 ഒമിറ്റഡ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ അമെൻമെൻറ്റിനെ കുറിച്ച് തുടരുവാണ്. അത് പറയാൻ കാരണം ഈ അമെൻമെൻറ്റിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ചാപ്റ്റർ 3 ക്യാപിറ്റൽ A ആണ്. അതായത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഉണ്ട്. എന്നിട്ട് ചാപ്റ്റർ 3A ഇൻട്രൊഡ്യൂസ് ചെയ്തു അമെൻമെൻറ്റ് ബില്ലിൽ. ചാപ്റ്റർ 3A പറയുന്നത് വെസ്റ്റിംഗ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് അസറ്റ്സ് ഇൻ ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഇവിടെയാണ് ഇഷ്യൂ. ഈ അമെൻമെൻറ്റിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ചാപ്റ്റർ 3 ക്യാപിറ്റൽ A ആണ്. വെസ്റ്റിംഗ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് അസറ്റ്സ് ഇൻ ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. 15 പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയാണ്, ഇവിടെ പറയുന്നത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഈസ് ടു ബി നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഞാൻ ഇനി 16 എന്താണെന്ന് പറയാം. 16 ക്യാപിറ്റൽ A ആണ്. 16 ഓൾറെഡി ഉണ്ട്. 16 ഈസ് ഫോർ റിന്യൂവൽ. 16A subsection 1, the foreign contribution and assets created out of foreign contribution of any person. Any person എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ എല്ലാം വരും. അങ്ങനെയുള്ള ആളുകളുടെ whose certificate has been cancelled under section 14. സെക്ഷൻ 14 പ്രകാരം സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ളവർ. B, whose has surrendered the certificate under section 14A. ഇതുവരെ ഞാൻ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ടിരുന്നു, ഇനി എനിക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ വേണ്ട, ഞാൻ ലോക്കൽ ഫണ്ട് കൊണ്ട് സ്ഥാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്തിരിക്കുന്നു. Then 16AC, whose certificate has been seized under section 14B. നോക്കുക, സെക്ഷൻ 15 ഇല്ലാത്ത ഒരു കാര്യമാണ് 16A സബ്സെക്ഷൻ സിയിൽ പറയുന്നത്. whose certificate has been seized under section 14B. അപ്പോൾ സർട്ടിഫിക്കറ്റ് സീസ് ചെയ്യുന്ന എപ്പോഴാണ്? ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ നോട്ട് ഫൈൽഡ്, ആപ്ലിക്കേഷൻ റിന്യൂവൽ ഫൈൽഡ് ബട്ട് റിജക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, ആപ്ലിക്കേഷൻ നോട്ട് റിന്യൂഡ് എനി സർക്കംസ്റ്റാൻസസ്. ഈ 3 കാര്യങ്ങളിലും വന്ന സ്ഥാപനങ്ങളുടെ കേസിൽ സി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാത്തൊരു കാരണം കൂടി പണ്ട് 15 ഇല്ലാത്തത് 16A ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, ഫ്രം ദ ഡേറ്റ് ഓഫ് സറണ്ടർ, ഫ്രം ദ ഡേറ്റ് ഓഫ് സെസേഷൻ, വെസ്റ്റ് പ്രൊവിഷണലി ഇൻ ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. നോക്കുക, സെക്ഷൻ 16 ക്യാപിറ്റൽ A, സബ്സെക്ഷൻ A, സബ്സെക്ഷൻ B, സബ്സെക്ഷൻ C. എന്താ പറയുന്നത്? A പറയുന്നു ക്യാൻസലേഷൻ, B പറയുന്നു സറണ്ടർ, C പറയുന്നു സെസേഷൻ ഓഫ് രജിസ്ട്രേഷൻ, റിന്യൂവൽ ചെയ്യാത്ത കേസുകൾ.
ഈ 3 കേസിലും ഈ പ്രോപ്പർട്ടി എന്ന് മുതൽ വെസ്റ്റ് ചെയ്യും? അതാണ് ഏറ്റവും വിചിത്രം. ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ, ഫ്രം ദ ഡേറ്റ് ഓഫ് സറണ്ടർ, ഫ്രം ദ ഡേറ്റ് ഓഫ് സെസേഷൻ ഓഫ് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഡൽഹി ഓഫീസിൽ ക്യാൻസൽ ചെയ്യുകയോ സറണ്ടർ ചെയ്യുകയോ രജിസ്ട്രേഷൻ റിജക്റ്റ് ചെയ്യുകയോ ചെയ്താൽ FCRA പോർട്ടലിൽ എഴുതി കാണിക്കും, യുവർ ആപ്ലിക്കേഷൻ ഈസ് ക്യാൻസൽ, സറണ്ടേഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ ക്യാൻസലേഷൻ എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഷോ കോസ് നോട്ടീസ് ഉണ്ട്. സറണ്ടർ നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന. പക്ഷേ റിന്യൂവൽ റിജക്ഷനോ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ റിന്യൂവൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു, ഒരു നോട്ടീസ് കൊടുത്താൽ അന്ന് മുതൽ ആ ഡേറ്റ് മുതൽ എന്ത് സംഭവിക്കും? വെസ്റ്റഡ് വിത്ത് ദി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അപ്പോൾ ഇതിനൊരു അപ്പീൽ കൊടുക്കാനുള്ള അവസരമില്ല. സാർ, അപ്പോൾ നമ്മൾ 100 വർഷങ്ങൾക്ക് മുമ്പ് പണിത പള്ളികൾ, സ്ഥാപനങ്ങൾ, അതെല്ലാം ഈ FCRAയുടെ പരിധിയിൽ വരുമോ? ഈ FCRA റിജക്റ്റ് ചെയ്യുകയോ സറണ്ടർ ചെയ്യുകയോ റിന്യൂവൽ നടത്താതിരിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത വസ്തുക്കൾ, അസറ്റുകൾ, ആസ്തികൾ, സ്ഥാപനങ്ങൾ, അതെല്ലാം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ പരിധിയിലേക്ക് ചെന്ന് ചേരുമോ? അഡ്വക്കേറ്റ് സാം ചോദിച്ച ചോദ്യം, ഏതെങ്കിലും പ്രോപ്പർട്ടി നേരത്തെ നമുക്കുണ്ട്, 100 കൊല്ലം മുമ്പോ ശേഷമോ നമ്മൾ ലാൻഡ് വാങ്ങിച്ചു, FCRA ഫണ്ട് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വാങ്ങിച്ച് പണിതതെങ്കിൽ, ലാൻഡ് നേരത്തെ ഉണ്ട്, ബിൽഡിംഗ് ഇപ്പോൾ FCRA ഫണ്ട് ഉപയോഗിച്ച് വരുന്നു, അത് ഇതിന് ബാധകമാണ്. എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഇത് ബാധകമാണെന്ന് ഈ ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിദേശത്തു നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നിലവിലുള്ള ലാൻഡിൽ കെട്ടിടം പണിതാലും ഇത് ബാധകമാണ്. അത് പറയാനുള്ള കാരണം, ഞാനെല്ലാം പറയുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ടാണ്, ആക്ട് വെച്ചിട്ടാണ്, റൂള് വെച്ചിട്ടാണ്. ഇത് പ്രകാരം നമുക്ക് സെക്ഷൻ 16(2) എന്താ പറയുന്നതെന്ന് നോക്കാം. ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. സെക്ഷൻ 16(2) പറയുന്നത് വളരെ ഭയാനകമാണ്. സെക്ഷൻ 16A സബ്സെക്ഷൻ 2 പറയുന്നു, ആൻ അസറ്റ് ഷാൽ വെസ്റ്റ് ഹോളി ഇൻ ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വെദർ ക്രിയേറ്റഡ് ഓർ അക്വയർഡ് പാർട്ട്ലി ഫ്രം ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് പാർട്ട്ലി ഫ്രം അതർ സോഴ്സസ്. ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. അതായത് സാർ, നമ്മൾ ഇപ്പോൾ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു ആശുപത്രി ഫോറിൻ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചും പിന്നെ ലോക്കൽ ഫണ്ട് ഉപയോഗിച്ചും അക്വയർ ചെയ്തു അല്ലെങ്കിൽ ബിൽഡ് ചെയ്തു, നമ്മൾ നേടിയെടുത്ത് സ്വായത്തമാക്കി. അപ്പം അങ്ങനെയെങ്കിൽ കൂടിയും ആ വസ്തുക്കൾ ഒട്ടാകെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ ചെന്ന് ചേരും. സബ്സെക്ഷൻ 2 ഓഫ് 16A വളരെ വ്യക്തമാണ്. ഇതൊന്നും 15 ഉണ്ടായിരുന്നില്ല. 16A വന്നപ്പോൾ ഇങ്ങനെയുള്ള ലോക്കൽ ഫണ്ടും ഫോറിൻ ഫണ്ടും ഉപയോഗിച്ച് അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേരുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പ്രൊവൈസോയിൽ എന്താ പറയുന്നത് നോക്കാം. അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് അവിടെ ഒരു ഫെയർനെസ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതെ, തീർച്ചയായും. ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് ഫ്രം ലോക്കൽ ഫണ്ട്സ് ഓൾസോ. അങ്ങനെയുള്ള കേസിൽ പ്രൊവൈഡഡ് ദാറ്റ് ദ പേഴ്സൺ റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 1 may make an application to the designated authority for return of any distinct or ascertainable portion of the asset created or acquired from the other sources, and the designated authority on being satisfied shall by an order return such a portion of the asset to the applicant in such manner as may be prescribed. Which means നമ്മൾ ഈ കെട്ടിടം പണിതിരിക്കുന്നത് 1 കോടി രൂപ ഫോറിൻ കോൺട്രിബ്യൂഷനും 4 കോടി രൂപ വിദേശ ഫണ്ട് കൊണ്ടുമാണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ കേസിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ റിജക്റ്റ് ചെയ്താൽ ഈ പ്രോപ്പർട്ടി മുഴുവനായിട്ടും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്നു ചേരും. അതിനുശേഷം ഈ സ്ഥാപനം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് ലോക്കൽ ഫണ്ട് കൊണ്ടുണ്ടാക്കിയതും ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടാക്കിയതും തിരിച്ച് കണ്ടുപിടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ കെട്ടിടം എങ്ങനെയാണ് ഇത് പൊളിച്ചെടുക്കുക, എങ്ങനെയാണ് ഈ കെട്ടിടം വെട്ടിമുറിക്കുക? ഇത് പ്രാക്ടിക്കലാണോ? ഒരിക്കലുമല്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ?
തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു നിയമമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ജാതി മത ഭേദമന്യേ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം സമുദായങ്ങൾ പള്ളികളും ആശുപത്രികളും മോസ്കുകളും അമ്പലങ്ങളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫനേജസും പ്രായമായ ആളുകളെ നോക്കുന്ന സ്ഥാപനങ്ങൾ, വൃദ്ധരായ ആളുകളെ നോക്കുന്ന സഹോദരിമാരുടെ സ്ഥാപനങ്ങൾ, മാതാപിതാക്കളെ കുട്ടികൾ നോക്കാതെ അവരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഈ സഹോദരിമാർ നടത്തിക്കൊണ്ടുപോകുന്ന ഓൾഡ് ഏജ് ഹോമുകൾ, മറ്റ് വൃദ്ധമന്ദിരങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനെ നോക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മുക്കുവന്മാരുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അസറ്റുകൾ, ആംബുലൻസുകൾ, സ്കൂൾ ബസ്സുകൾ, ഇതെല്ലാം ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ വന്ന് ചേർന്നിട്ട് ലോക്കൽ ഫണ്ടും വിദേശ ഫണ്ടും തിരിച്ചെടുത്ത് അതിന് ഒരു ഓർഡർ പാസ്സാക്കി തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത് ഏത് കാലത്ത് തിരിച്ചു കൊടുക്കും, എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായും ഇത് സാധാരണക്കാരെ തന്നെയാണ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു സംശയമില്ല. ജാതി മത ഭേദമന്യേ ഈ സ്ഥാപനങ്ങളെ നിർത്തി പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ, ഇന്ത്യയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തി പോകുമ്പോഴുള്ള അവസ്ഥ ഭയാനകമാണ്.